I am Laura and I'm presenting the Dumfries Show 2024. But if you need insurance needs, financial services, to the National Farmers Union, NFU, come to us, Dumfries Church. We're here. ഹായ്, വെൽക്കം ബാക്ക് ടു മെലിസ്കോട്ട് ഫാമിലി. മെലിസ്കോട്ട് ഫാമിലിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഡംഫ്രീസ് ആൻഡ് ഗാൽവേ കൗൺസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അഗ്രികൾച്ചറൽ ഷോയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര. ഇവിടുത്തെ പലതരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷീപ്സ്, കൗസ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാക്ടേഴ്സ്, അങ്ങനെയുള്ള പലതിൻ്റെയും ഒരു എക്സിബിഷൻ കൂടിയാണ് ഈ ഒരു ഷോ. അതേപോലെ തന്നെ സ്കോട്ടിഷ് ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഷികോൽപ്പന്നങ്ങളുടെ ഒരു മേള തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഷോ. ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ അഗ്രികൾച്ചർ ഷോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് എക്യുപ്മെൻറ്റ്സ് ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ട്രാക്ടേഴ്സ്, JCBs, അങ്ങനെ പല സാധനങ്ങളും. ഈ ട്രാക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പല പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ട്രാക്ടറിൻ്റെ തന്നെ ഫ്രണ്ടിലത്തെ അല്ലെങ്കിൽ ബാക്കിലത്തെ ആ ഒരു എക്യുപ്മെൻറ്റ് മാറ്റി അവർ പല ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പുല്ല് ചെത്താൻ, പുല്ല് കെട്ടി വട്ടത്തിൽ കെട്ടി വെക്കാനായിട്ട്, പിന്നെ മണ്ണ് മാന്താനായിട്ട്, പല കാര്യങ്ങൾക്കും മണ്ണ് എടുക്കാനായിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ തന്നെ പിക്ചേഴ്സ്, ആർട്ട് വർക്കിൻ്റെ ഒക്കെ ഒരു ആർട്ട് ഗാലറി പോലെ ഉണ്ടായിരുന്നു. അതിൽ അവർ എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ചെയ്തേക്കുന്നത് എന്നുള്ളതിൻ്റെ. പിന്നെ ഇവരുടെ ക്രാഫ്റ്റ് വർക്കുകളുടെ ഒക്കെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. കത്തികളുടെ ഒക്കെ സ്റ്റാള്, പിന്നെ വൈൻ ഗ്ലാസസ്, ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടുകൾ, അങ്ങനെ പല ഇതിൻ്റെ സ്റ്റാളുകളുണ്ട്. ഇവിടുത്തെ ലോക്കൽസിൻ്റെ തന്നെ പല സ്റ്റാളുകളും ഉണ്ട്. അത് ഫുഡിൻ്റെ ഉണ്ട്, ഹോട്ട് ആൻഡ് ചോക്ലേറ്റ്സ്, പിന്നെ ഡോണറ്റ്സിൻ്റെ, മീറ്റ് സ്റ്റാളുകൾ, കേക്കിൻ്റെ സ്റ്റാളുകൾ, പേസ്ട്രി ഐറ്റംസ്, സ്നാക്ക് ഐറ്റംസ്, അങ്ങനെ കുറച്ച് സ്റ്റാളുകൾ. ഡംഫ്രീസിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു കാർ ഡീലറാണ് അർണോൾഡ് ക്ലാർക്ക്. ഇതിൽ തന്നെ BMW പോലെയുള്ള ലക്ഷറി വാഹനങ്ങളുടെ ഏറ്റവും പുതിയ ടോപ്പ് വേരിയൻറ്റുകളുടെ പ്രദർശനവും ഇതോടൊപ്പം തന്നെ ഇവിടെ സജ്ജമായിരുന്നു. പിള്ളേരെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിള്ളേർ എത്ര ഹാപ്പി ആയിട്ടാണ് ജമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസും അവരെടുത്തിട്ടുണ്ട്.
പിന്നെ പിള്ളേർക്ക് കയറിയിരുന്ന് പോകുന്ന ട്രെയിന്, ചെറിയ ചെറിയ ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. സെറാഫിന് അവിടെ പോയി ഒത്തിരി എൻജോയ് ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാഴ്ചയായിരുന്നു ഈ ഒരു കുക്കിംഗ് തിയേറ്റർ. അതായത് ഇവിടുത്തെ സ്കോട്ടിഷ് വിഭവങ്ങളുടെ പ്രിപ്പറേഷൻസ്, എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു കുക്കിംഗ് ടീച്ചിങ് ക്ലാസ്സുകളായിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇവർ തന്നെ ഉണ്ടാക്കിയ ജാമ്, മാർമലേഡ് അങ്ങനെയുള്ള സാധനങ്ങളുടെ സ്റ്റാള്, സ്മോക്ക്ഡ് സ്റ്റീക്സിന്റെ സ്റ്റാള്, അത് അവർ ടേസ്റ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്, പല വെറൈറ്റി ഹോം മെയ്ഡ് കേക്കുകൾ, ഹോം മെയ്ഡ് ജാം റോളുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഡിസ്റ്റിലറി എന്ന് പറഞ്ഞൊരു സ്റ്റാളിൽ അവർ പല ഡിഫറെൻറ്റ് ടൈപ്സ് വോഡ്ക, ജിന്ന് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങുകയും ചെയ്യാം. എത്ര ഹൈജീനിക് ആയിട്ട് അവർ അതെല്ലാം കൈകാര്യം ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അഗ്രികൾച്ചറൽ ഷോയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ഇവിടെ നടത്തിയിരുന്ന പല കോമ്പറ്റീഷൻസും. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഓരോ കോമ്പറ്റീഷൻസ് അറേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്ങും മറ്റനേകം കോമ്പറ്റീഷൻസും ഇതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. So we have Captain Mock forward on behalf of Scottish branch to present awards. The only double clear of the competition. We thought David had gone clear, but unfortunately the last fence in the jump off put him into second place. Third place went to Jody Mayer, the only other double clear, the only other clear in the first round. Fourth went to Nigel Springer. ഹോഴ്സ് റൈഡിങ്, അങ്ങനെ പല ഷോകളും ഉണ്ടായിരുന്നു. ഇതിൽ വിന്നേഴ്സ് ആയവർക്ക് അവർ അവിടെ പ്രൈസ് മണീസ് ആൻഡ് ട്രോഫീസ് കൊടുക്കുന്നുണ്ട്. So well done to Alex and the other winners of this competition. Of course, I'd like to thank the sponsors of this day at the Dumfries Show: W.E. Wilson Electrical, Solway Agricultural, Muir Hall Energy and Hog Leisure. They're our main sponsors. Of course, that last class sponsored in fact by the Scottish branch of the British Show Jumping Association. Just to remind competitors, if you have won prize money, could you collect പല ടൈപ്പിലുള്ള ഷീപ്സിനെ കാണാൻ പറ്റും. മഞ്ഞ കളറുള്ളത്, ഗ്രേ കളറ്, ബ്രൗൺ കളറ്, ഡിഫറെൻറ്റ് ടൈപ്പ് കളറുള്ള ഹെഡ്, അതായത് ബ്ലാക്ക് ഹെഡ് ഉള്ളത്, വൈറ്റ് ഹെഡ് ഉള്ള ഷീപ്സ്. once again class 556 best junk handler. അതേപോലെ മറ്റൊരു വ്യത്യസ്തതയാർന്ന കാഴ്ചയായിരുന്നു ചെമ്മരിയാടിൻ്റെ കട്ടിങ്ങും ഷേവിങ്ങും. സ്കോട്ടിഷ് ഫാർമറുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു കട്ടിങ്ങും ഷേവിങ്ങും ഞാനും ഒരു ട്രയൽ നടത്തി. പല ഇനത്തിലുള്ള ആടുകളുണ്ട് എന്നെങ്കിൽ പോലും ഇത്രയും വെറൈറ്റി ഇവയ്ക്കൊക്കെ ഉണ്ടോ എന്ന് തന്നെ സംശയം തോന്നിപ്പോകും. അതേപോലുള്ള അത്രമാത്രം വെറൈറ്റിയിലുള്ള ആടുകൾ
ഈ കൂട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ആടുകൾ സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുണ്ട്. ബാഡ്ജൊക്കെ ഓടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പ്രൈസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഈ പോകുന്ന വാഹനത്തിലാണ് ആടുകളെ കൊണ്ടുവരുന്നതും അതേപോലെ തിരിച്ചു കൊണ്ടുപോകുന്നതും. ഈ ഷീപ്സിന്റെ വൂള് എടുത്ത് നൂലുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, നെയ്ത്തുകാരുടെ ഒരു സ്റ്റോള്. ഇത്രയും പ്രായമുള്ള സ്ത്രീകളാണെങ്കിലും അവർ നെയ്തെടുക്കുന്ന ആ ഒരു ഉടുപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് നെയ്തെടുക്കുന്നത്. കുറേ ട്രോഫികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ പ്രോഗ്രാമിലെ വിന്നേഴ്സ് ആയവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ കണ്ട ഒരു കാഴ്ച വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അതായത് കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള ആൾക്കാർ വരെ ഈ പശുക്കളെയും ആടുകളെയും ഹോഴ്സുകളെയും ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ ഒരു യങ് പീപ്പിൾ 10-25 വയസ്സുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പശുക്കളെ കൊണ്ട് പബ്ലിക്കായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. How old this cow? 4 years old. Only 4 years. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഓക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഒത്തിരി വ്യത്യസ്തമായിട്ട് തോന്നി. ഇവിടുത്തെ ഫാമേഴ്സ് ആണെങ്കിലും അവരുടെ പിള്ളേരാണെങ്കിലും ഒരു വിഷമവും ഇല്ലാതെ ഇതെല്ലാം കൊണ്ടു നടന്ന് ഇങ്ങനെ ഓരോ ഷോയിൽ കൊണ്ടുവരികയും അതിന് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവർ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. This is our Dumfries Agricultural Show, which is on every year. We do horse judging, we do sheep and cattle judging. There's lots of different tents for different companies that we promote. We have different insurers, we have food and drink. Our craft tents, we do crafts and drink and food, which is good. Yes. So how long it should be conducting? Like every year? Oh, every year. So we're here every year on the same weekend. Every year in the same spot. At the same place, at the same weekend. It's been going on for a long time. Okay, so who will be conducting this program? Can we take this again? Because I can't help but laugh. I don't know who conducts the I can't help program. but laugh. It's too funny. I don't know who conducts the program, but No. Can we take it again? Because I'm trying so hard to laugh at you. Because I'm literally as I'm like. so if everybody would please subscribe to Malyu Scott Family. We are here today at the Dumfries Agricultural Show, and we have lots of different stalls. We have sheep shows, we have cattle shows, we have horse shows, and also we have craft tents. So we have lots of food and drink shows as well. We are here at the beer tent today, which is lovely. I have to take that again. So if you can please just come and join us at Malyu Scott Family, that would be amazing. Thank you say that so again? much. This is a true drinking of a show. So we're at Dumfries Show here. Lovely, it's beautiful, it's gorgeous. We've got the champion Belty cow here. Thank you very much. Are you pleased? Very pleased. Oh, good. I'm glad. We're just. Me too. Oh, good. And here's Sally. Hello. Sally. Hello. Oh, here we go. This is the NFU crew.
Hello. The senior agent of the NFU. I mean, we could go around the tent really to show you everybody, but അഗ്രികൾച്ചർ ഷോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മല്ലു സ്കോട്ട് ഫാമിലി ചാനൽ. Okay, come in. Hi. Subscribe. Mallow Scott family. I'm Eva. I'm Big Dad. And subscribe to this YouTube channel right now. It's gonna be brilliant. ജസ്റ്റ് സബ്സ്ക്രൈബ് മല്ലു സ്കോട്ട് ഫാമിലി ചാനൽ. Subscribe to Manuel Top. Subscribe to Melissa Scott